നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സർഗ സംവാദ സദസ്സ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രദേവോ ഭവ എന്ന ചിന്തയാണ് കേസരി വാരികയെ നയിക്കുന്നതെന്നും ആരെ എതിർത്താലും ആ ചിന്താധാര ഇവിടെ നിലനിൽക്കുമെന്നും ഗവർണർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതിരൂക്ഷ ഭാഷയിൽ വിമർശനമുന്നയിച്ചത്. ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്ന ചിലർ അയ്യപ്പ ഭക്തരായി നടിക്കുകയാണെന്നും എന്ത് നിലപാടാണിതെന്നും ഗവർണർ ചോദിച്ചു. The problem here in Kerala is like this, is the same one. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those bhava in your minds, come out openly and tell us. But this has to be noted. This has to be listened to, and we must all see that what are these people. Why this is being done? Only for political convenience. Bharat Mata and Guru Puja and all these things are not politically convenient for anybody. It is in our blood and thought and everything. We are not politically motivated. ഗുരുപൂജയും ഭാരതമാതാവും രക്തത്തിൽ അലിഞ്ഞ സംസ്കാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരത് മാതാ, ഗുരുപൂജ എന്നിവ നമ്മുടെ സംസ്കാരമാണ്. അത് അവഗണിക്കാൻ കഴിയില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗസംവാദം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ച് വേദിയിൽ നിന്ന് മടങ്ങിയത്. ജനം, കോഴിക്കോട്.